ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൈക്കിൽ വരുമ്പോഴും എൻ്റെ മനസ്സിൽ രാജേട്ടൻ്റെ ഫോണിൽ കണ്ട ആ ഫോട്ടോസായിരുന്നു. അതിലൊരു ഫോട്ടോ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നായി എൻ്റെ സങ്കടം. എന്തായാലും വീട്ടിലൊന്നെത്തട്ടെ, എന്നിട്ട് വേണം ആഞ്ഞൊന്ന് തുടങ്ങാൻ എന്നായി എൻ്റെ മനസ്സിൽ. വീട്ടിലെത്തിയ ഞാൻ കണ്ടത് അമ്മയൊരു ചേട്ടനോട് സംസാരിച്ച് നിൽക്കുന്നതാണ്. എന്നെ കണ്ട അയാൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിലെ ഒരു പ്രമുഖ പാർട്ടി നേതാവായിരുന്നു അത്. പേര് പവിത്രൻ. ഞങ്ങൾ പവിയേട്ടൻ എന്നായിരുന്നു അയാളെ വിളിച്ചുകൊണ്ടിരുന്നത്. എവിടെയാടാ, നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ, പവിയേട്ടൻ എന്നോട് ചോദിച്ചു. ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്, നിങ്ങളെ അല്ലേ കാണാൻ കിട്ടാത്തത്, ഞാൻ പവിയേട്ടനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി കാണാൻ പറ്റും, അമ്മയും പവിയേട്ടനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പവിയേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇലക്ഷനുണ്ട് അടുത്ത്, ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ഇനി കൂടുതൽ പറയണ്ടല്ലോ, ഈ പ്രാവശ്യം നമുക്ക് തന്നെ പിടിക്കണം കേട്ടോ. പിന്നെ അല്ലാതെ ഈ പ്രാവശ്യം നമുക്ക് തന്നെ പിടിക്കാം, ഞാൻ പവിയേട്ടനോട് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്, നിൻ്റെ നമ്പർ തന്നെ, നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ നിന്നെ വിളിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ നമ്പർ പവിയേട്ടന് പറഞ്ഞു കൊടുത്തു. പവിയേട്ടൻ എൻ്റെ നമ്പറും വാങ്ങി സ്ഥലം കാലിയാക്കി. നീ എന്തിനാടാ നമ്പർ കൊടുത്തേ? ഇനി അയാൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിളിക്കും, വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? അമ്മ എന്നോട് ചോദിച്ചു. അത് പിന്നെ ചേട്ടൻ മുമ്പിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് പറയാനാ? അല്ല, പവിയേട്ടൻ എന്താ ഈ രാത്രിയിൽ വന്നത്? വോട്ട് ചോദിക്കാൻ എല്ലാവരും പകൽ സമയത്തല്ലേ വരേണ്ടത്, അതും ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു, ഞാൻ അമ്മയോട് ചോദിച്ചു. ആടാ, അതെനിക്കും തോന്നി. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല, അപ്പൻ്റെ പാർട്ടിക്കാരനല്ലേ, അമ്മ പറഞ്ഞു. ശരി, അതും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ അമ്മ, അല്ലടാ, എന്തൊക്കെയുണ്ട് കുട്ടികളുടെ വിശേഷം? രാജേട്ടൻ അവിടെ ഉണ്ടായിരുന്നോ? അമ്മ ചോദിച്ചു. ഉണ്ടായിരുന്നു, ഞാൻ മറുപടി പറഞ്ഞു. എന്താ നീ ഇവിടെ നിന്ന് കഴിച്ചത്? ശോഭേച്ചി പലഹാരമൊക്കെ ഉണ്ടായിരുന്നു, അതും ചായയും കുടിച്ചു. അപ്പോൾ ഇനി നിനക്ക് ചോറ് വേണ്ടായിരിക്കും അല്ലേ? അമ്മ ചോദിച്ചു. ആര് പറഞ്ഞു? എനിക്ക് വിശക്കുന്നുണ്ട്, വന്ന് ചോറെടുത്ത് വെക്ക്. ഞാൻ അമ്മയോട് അതും പറഞ്ഞ് വീട്ടിലേക്ക് കയറി. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു ഇവിടെ, ചത്തോ ആവോ, കാണാതാവുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം. അതൊന്നുമില്ല, അവൾക്ക് വിളിക്കാനും കൊഞ്ചാനും കുഴയാനും ആളുണ്ടല്ലോ. ഞാൻ അതും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് ചെന്നു. എവിടെ പോയിരുന്നു എൻ്റെ പൊന്നാങ്ങളാ? എന്നെ കണ്ട ഉടൻ അവൾ ചോദിച്ചു. ചത്തിട്ടൊന്നും ഇല്ലടി, ജീവനുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ കരുതി ആ ചെക്കന്മാർ വന്ന് തല്ലിക്കൊന്ന് കാണുമെന്ന്, അവളെന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആടി, നീ തന്നെ പറയണം, കണ്ട കൂതറ ചെക്കന്മാരുടെ കൂടെ നടന്നിട്ട് അവസാനം അവരുടെ കയ്യിൽ നിന്നും ഞാൻ അടി വാങ്ങേണ്ടി വന്നു. ഇനിമേല ഞാനില്ല നിൻ്റെ കൂടെ ഒരു സ്ഥലത്തോട്ടും. എന്താ ചേട്ടാ ഇത്, പിണങ്ങല്ലേ? ചേട്ടന് ഞാൻ ഒരു ഉഗ്രം കോൾ ഒപ്പിച്ചായിരുന്നുണ്ട്, അപ്പോൾ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും. പിന്നെ നീ ഒലത്തും, കുറേ ആയല്ലോ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട്, ഞാൻ അവരോട് പറഞ്ഞു. തൽക്കാലം നീ കൈവച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്, 2 ദിവസത്തിനുള്ളിൽ ഞാനെല്ലാം സെറ്റാക്കി തരാം. ശരി. അല്ലടാ, നിനക്കെന്താ ശോഭേച്ചിൻ്റെ കൂടെ ഒരു കറക്കം? എന്താ മോൻ്റെ ഉദ്ദേശം? അവൾ എന്നോട് ചോദിച്ചു. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അവളോട് ചോദിച്ചു. അമ്മ പറഞ്ഞു. ഞാനൊന്ന് ചുമ്മാ പോയതാടി. അല്ല, രാജേട്ടനുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. കിടക്കായിരിക്കും അല്ലേ? അവൾ ചോദിച്ചു. അല്ലടി, അവിടെ ഉണ്ടായിരുന്നു. അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നല്ലൊരു കളി കഴിഞ്ഞ് പോയതല്ലേ, ക്ഷീണം കാണും, അതാ ഞാൻ ചോദിച്ചത്. അയാൾക്ക് ക്ഷീണം കോപ്പാണ്, അയാൾ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല മോളെ. അതെന്താ ചേട്ടാ, എന്താ പ്രശ്നം? അവൾ ചോദിച്ചു. അതൊക്കെയുണ്ട് മോളെ, നിനക്ക് അറിയാൻ പാടില്ലാനട്ടാ, വല്ലാത്തൊരു ഫാമിലിയാണ് നമ്മുടേത്, ഞാൻ പറഞ്ഞു. അതിപ്പോൾ ചേട്ടൻ അറിയാനട്ടാ, എല്ലാ ഫാമിലിസ്റ്റും ഉണ്ട് ഇതുപോലെയൊക്കെ. അല്ല, എന്താ പ്രശ്നം, അത് പറ. എടി, നിൻ്റെ നമ്പർ രാജേട്ടൻ്റെ അടുത്തുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ല, എന്താ? നീ ഇത് കണ്ടോ? ഞാൻ അവൾക്ക് ആ സ്റ്റാറ്റസ് കാണിച്ചു കൊടുത്തു, എല്ലാം അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ പറഞ്ഞു. കൊള്ളാലോ,
ആ പരിപാടിയും ഉണ്ടല്ലേ, നടക്കട്ടെ. ഇനിയിപ്പോൾ അതിനൊരു കുറവും വരുത്തണ്ട. ഏ അതെന്താടി നീ ഇങ്ങനെ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും സ്വന്തം ഭാര്യയല്ലേടി. എടാ മോനെ, ഇപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണയായി മാറിയിട്ടുണ്ട്. നീ ഇതൊന്നും അറിയുന്നില്ലേ? നീ ഏത് ലോകത്താടാ ജീവിക്കുന്നേ? അവൾ ചോദിച്ചു. ഓ, നമുക്കിതൊന്നും അറിയാൻ പാടില്ല. നിങ്ങളുടെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ചേട്ടന് ഇതൊന്നും അറിയില്ലെന്ന് ആരും അറിയണ്ട. മോശമാണ്. ചേട്ടനൊരു കാര്യം അറിയോ? 2 ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരി അലീന എന്നെ അവരുടെ കൂടെ കൂടാൻ വിളിച്ചു. അതാണ് കാലം. കൂടാനോ? അതെന്താ? ഞാൻ അവളോട് ചോദിച്ചു. മണ്ട, അവളും അവളുടെ ബോയ് ഫ്രണ്ടും റൂം എടുക്കുന്നുണ്ടത്രേ. അപ്പോൾ ഒരു കമ്പനിക്ക് എന്നെയും വിളിച്ചു, അത്ര തന്നെ. മനസ്സിലായോ? മനസ്സിലായി. എന്നിട്ട് നീ പോയോ? ഓ പിന്നെ, എനിക്കതല്ലേ പണി, അവന് പോയി ഉണ്ടാക്കി കൊടുക്കാൻ. ഞാനൊന്നും പോയില്ല. അതെന്താ നീ പോകാനത്? നിന്റെ സ്വഭാവം വെച്ച് നീ പോകേണ്ടതായിരുന്നല്ലോ. ഒരു കുളിയും തന്നെ ഇല്ലാത്തവൻ്റെയും ഇല്ലാത്തവളുടെയും കൂടെ പോയിട്ട് വേണം എനിക്കും വല്ല അസുഖം പിടിക്കാൻ, അവൾ പറഞ്ഞു. അങ്ങനെ പറ. ഞാനും വിചാരിച്ചു എൻ്റെ പെങ്ങക്ക് ഇതെന്ത് പറ്റിയെന്ന്. അല്ലെങ്കിൽ ഒരു കൈ നോക്കിയിരുന്നു അല്ലേടി? ഞാൻ അവളോട് ചോദിച്ചു. ഒന്ന് പോടെ വരങ്ങ, നീ എന്നെപ്പറ്റി അങ്ങനെയാണോ കരുതിയത്? അവൾ ചോദിച്ചു. കരുതാൻ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ? ഓ, നിനക്ക് കിട്ടാനിട്ടുള്ള അസൂയാണ്. കിട്ടിയാ എന്തായിരിക്കുമെന്ന് എനിക്കറിയാം മോനെ. ഓ, തരാമെന്ന് പറഞ്ഞവരൊക്കെ പിന്നെ നമ്മളെ പറ്റിച്ചു. അതുവരെ ഇല്ലാത്തൊരു ബന്ധവും കൊണ്ടുവന്ന്. ഇനിയിപ്പോൾ മുകളിലെ ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ കാല് പിടിക്കണം, അതൊന്ന് സെറ്റാക്കി തരാൻ ഞാൻ പറഞ്ഞു. നീ കരയല്ലേ, ഞാൻ സെറ്റാക്കി തരാം, ഉറപ്പ്. ഒന്ന് പോടി, കളിയാക്കാതെ. എടാ സത്യം, ഞാൻ ഏറ്റതല്ലേ. പിന്നൊരു കാര്യമുണ്ട്, അത് നീ മറന്നിട്ടില്ലല്ലോ, അവൾ ചോദിച്ചു. എന്ത് കാര്യം? എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞു. അല്ല, ചേട്ടൻ്റെ പെർഫോമൻസ് കാണുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് മറന്നോ? അതൊക്കെ അപ്പോൾ നോക്കാം. നീ ആദ്യം ഏറ്റ കാര്യം നടത്തി കാണിക്ക്, ഞാൻ അവളോട് പറഞ്ഞു. വന്ന് ഇപ്പോൾ നിന്നെ കാണണമെങ്കിൽ ഇവളുടെ റൂമിൽ വന്ന് നോക്കേണ്ട അവസ്ഥയായല്ലോ. അമ്മ അതും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അതെന്താ, എനിക്കുള്ള റൂമിലേക്ക് വരാൻ പാടില്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചു. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെന്നുള്ള ബോധം വേണം. ഇന്ന് ഉച്ചയ്ക്ക് നടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്ത്, രാജേട്ടൻ്റെ കൂടെ നടന്നതോ? ഞാൻ പതിയെ ചോദിച്ചു. എന്താ നീ പറഞ്ഞത്? അമ്മ ചോദിച്ചു. അല്ല, രാജേട്ടനുമായി സ്റ്റേഷനിൽ വന്ന കാര്യം അതല്ലേ? അതേടാ, അത് തന്നെ. ഇത്രയും കാലത്തിനിടക്ക് ഞാൻ ഇങ്ങനെയൊരു തിന്നിട്ടില്ല. ആളുകൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? പാവം, ആ രാജേട്ടനായതുകൊണ്ട് ആരോടും പറയില്ല. അതെ, രാജേട്ടൻ പാവ. ഞാൻ അതും പറഞ്ഞുകൊണ്ട് അനിയത്തിയൊന്ന് നോക്കി. ശരിയാ, രാജേട്ടൻ പച്ച പാവ. അവളും അമ്മയ്ക്കിട്ടൊന്ന് കൊടുത്തു. ഞങ്ങളുടെ സംസാരം കേട്ട് അമ്മയുടെ മുഖമൊന്ന് മാറി. മതി കൊഞ്ചിക്കൊണ്ട് നിന്നത്, വാ ചോറ് കഴിക്കാം, എനിക്ക് വിശക്കുന്നു. അമ്മ അതും പറഞ്ഞ് വേഗം അവിടെ നിന്ന് തടി തപ്പി. അങ്ങനെ ഞങ്ങളും അമ്മയുടെ പുറകെ പോയി ഫുഡെല്ലാം കഴിച്ച് ആ രാത്രി അങ്ങ് കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ എന്നത്തെയും പോലെ ഞാൻ ജോലിക്ക് പുറപ്പെട്ടു. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ശോഭിച്ചയായിരുന്നു അത്. ഞാൻ വേഗം കോൾ എടുത്തു. നീ എവിടെയാടാ? ഫോൺ എടുത്തതും ചേച്ചി ചോദിച്ചു. ഞാൻ കടയില. എന്താ ചേച്ചി? അല്ലടാ, നീ ഇന്നലെ പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ, അതറിയാൻ വിളിച്ചതാ. ഒന്ന് പറഞ്ഞു കാട്ടടാ, എന്താണ് അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചേച്ചി ചോദിച്ചു. അത് ചേച്ചി, ഞാൻ പറയാം. അല്ല, രാജേട്ടനുണ്ടോ അവിടെ? ഞാൻ ചോദിച്ചു. ഇല്ലടാ, അങ്ങേര് ജോലിക്ക് പോയി. അത് ചേച്ചി, രാജേട്ടൻ അറിയാതെ എന്തോ ചെയ്തു പോയതാ. ചേച്ചി ഇത് വലിയ കാര്യമാക്കണ്ട, ഞാൻ പറഞ്ഞു. അറിയാതെയോ? നീ ചുമ്മാ കളിക്കല്ലേ. നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. അയ്യോ വേണ്ട, ഞാൻ പറയാം. എന്നാ ഇങ്ങോട്ട് പറ, ചേച്ചി പറഞ്ഞു. അത് ചേച്ചി, രാജേട്ടനെ പോലെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് അവരുടെ ഭാര്യയുടെ സൗന്ദര്യം മറ്റുള്ളവരിലൂടെ കാണണം, എന്നിട്ട് അതോർത്ത് സന്തോഷിച്ച് നടക്കണം. അതിനു വേണ്ടിയാ.
ഏ ഇതിപ്പോൾ എന്താ ഇങ്ങനെ? സാധാരണ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ മറ്റൊരാൾ നോക്കുന്നത് പോലും പറ്റില്ലല്ലോ. ഇവർക്കെന്താ ഭ്രാന്തായോ? ആ, ഇതും ഒരുതരം ഭ്രാന്ത് തന്നെയാ. പക്ഷേ വെറും ഭ്രാന്തല്ല, കുറച്ച് മൂത്ത ഭ്രാന്ത്. അല്ലടാ, സൗന്ദര്യം കാണിക്കാനാണെങ്കിൽ ഞാൻ കുളിച്ചൊരുങ്ങിയല്ലേ ഫോട്ടോ എടുക്കേണ്ടത്. ഇതിപ്പോൾ രാജേട്ടൻ ഞാൻ അടിച്ചു വാരുമ്പോഴും അലക്കുമ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോഴും എന്തിനു പറയുന്നു, ഞങ്ങൾ കൂടുന്നതിനും മുമ്പും ശേഷവുമെല്ലാം എടുക്കാറുണ്ടല്ലോ. അത് ചേച്ചി, ഞാൻ പറയുന്ന സൗന്ദര്യം ചേച്ചി ഉദ്ദേശിക്കുന്ന സൗന്ദര്യം വേറെയാ. ചേച്ചി ഒരു കാര്യം ചെയ്, ഇന്ന് രാജേട്ടൻ്റെ ഫോൺ എടുത്ത് വാട്സപ്പിൽ ഒന്ന് കയറി നോക്ക്. അതെന്തിനാടാ? ഞാൻ കണ്ടതല്ലേ, ഇനി എന്തിനാ ഞാൻ നോക്കുന്നത്? അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കാനല്ല പറഞ്ഞത്. അതിൽ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, അതൊക്കെ ഒന്ന് തുറന്നു നോക്ക്. അല്ല, ചേച്ചി മുമ്പ് തുറന്ന് നോക്കിയിട്ടുണ്ടോ? എവിടെന്ന്? രാജേട്ടൻ്റെ ഫോണൊന്ന് കൈകൊണ്ട് തൊടാൻ പോലും സമ്മതിക്കില്ല. എപ്പോൾ നോക്കിയാലും അങ്ങയുടെ നിരീക്ഷണത്തിലായിരിക്കും. ചേച്ചി പറഞ്ഞു. എന്നാൽ ഇന്നൊന്ന് ശ്രമിച്ചു നോക്ക്. കിട്ടിയാൽ ഞാൻ പറഞ്ഞതുപോലെ വാട്സപ്പിൽ കയറി അതിൽ കാണുന്ന ഗ്രൂപ്പെല്ലാം ഒന്ന് തുറന്നു നോക്ക്. അല്ലടാ, നീ ഇതൊക്കെ എപ്പോൾ കണ്ടു? അതൊക്കെ കണ്ടു ചേച്ചി. ഇപ്പോൾ അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട. പറയടാ, എന്താ അതിലെല്ലാം രാജേട്ടന് ചെയ്തു വെച്ചിരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. ഏയ്, അതൊന്നുമില്ല ചേച്ചി. അത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ കാണുന്ന ലോകമല്ല യഥാർത്ഥ ലോകമെന്ന്. അല്ലെങ്കിലും മൂപ്പർക്ക് ഈയിടെയായിട്ട് ചില ചുറ്റിക്കളിയെല്ലാം ഉണ്ട്, അതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ വാട്സപ്പിലൂടെയുള്ള ഈ കലാപരിപാടി ഞാൻ അറിഞ്ഞിരുന്നില്ലടാ. അതെന്താ ചേച്ചി ആ ചുറ്റിക്കളി? ഞാനും കൂടി അറിയട്ടെ, ഞാൻ ചോദിച്ചു. അത് മൂപ്പരുടെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ വീട്ടിൽ പോയെന്നും അവിടെ അയാൾ ഒറ്റയ്ക്കാണെന്നും കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നോട്ടെ എന്നും എന്നോട് ചോദിച്ചു. എന്നിട്ട് ഞാനത് സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം രാജേട്ടനും അയാളും കൂടി വന്നു. ഒരു തടിയൻ, കണ്ടാൽ ഗുസ്തിക്കാരനെ പോലെ ഉണ്ട്. ഞാൻ രാജേട്ടനോട് ചോദിച്ചു ഇതേത് കൂട്ടുകാരനാണെന്ന്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു കൂടെ പഠിച്ച പരിചയമാണെന്ന്. കുറച്ച് ദിവസമല്ലേ എന്നും കരുതി ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. നിനക്കറിയാലോ രാജേട്ടൻ ചെറുതായിട്ട് കുടിക്കുന്ന കാര്യം? അറിയാം. അതിനെന്താ? ഞാൻ ചോദിച്ചു. അന്ന് രാത്രി രണ്ടുപേരും ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. ഞാനപ്പോൾ രാജേട്ടനെ വിളിച്ച് ചോദിച്ചു, ഇതെന്താ ബാറാണോ? രണ്ടുപേർക്കും ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ? ഒന്നുമില്ലെങ്കിലും ഒരു പെൺകുട്ടിയില്ലേ വീട്ടിൽ, ആളുകൾ എന്തു പറയും? ഞാൻ ഇതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, 2-3 ദിവസമല്ലേ, ഇതിപ്പോൾ ആരറിയാനാ, നീ ഒന്ന് ക്ഷമിക്കെന്ന്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവരെന്നെല്ലാം എടുത്തു വെച്ചു. രാത്രി ഞാൻ മീൻ വറുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ധാവന്ന് നിൽക്കുന്നു അയാൾ എൻ്റെ പിറകെ. അയാൾ ഒറ്റയ്ക്കോ? ഞാൻ ചോദിച്ചു. അതേടാ, അയാൾ ഒറ്റയ്ക്ക്. അപ്പോൾ രാജേട്ടൻ അവിടെ? ഞാൻ ചോദിച്ചപ്പോൾ രാജേട്ടൻ ഉറങ്ങിയെന്ന് പറഞ്ഞു. എന്നിട്ടെന്താ? ഞാൻ നേരെ റൂമിലേക്ക് പോയി നോക്കി. ഞാൻ ചെന്നപ്പോൾ രാജേട്ടൻ ഫോണിൽ കുത്തിക്കൊണ്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കാകെ ദേഷ്യം കയറി. ഞാൻ നല്ലോണം അങ്ങ് പറഞ്ഞു. ഒന്നാമത് അയാളുടെ നോട്ടം തന്നെ എനിക്ക് പിടിച്ചില്ല. വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഒരുമാതിരി നോട്ടം നോക്കാൻ. ആണോ? എന്നിട്ട് രാജേട്ടൻ എന്തു പറഞ്ഞു? അതല്ലേടെ രസം. രാജേട്ടൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, അത് കുഴപ്പമില്ല, അവൻ അറിയാതെ വന്നതാകും, നീ അത് വിട്ടേക്കെന്നൊക്കെ പറഞ്ഞു എൻ്റെ മനസ്സ് മാറ്റി. എന്നിട്ട് ചേച്ചി അയാളെ അവിടെ നിർത്തിയോ? അതല്ലേ ഞാൻ പറയാൻ പോകുന്നത്, നീ കേക്ക്. അങ്ങനെ അപ്പോൾ ഞാനതങ്ങ് ക്ഷമിച്ചു. കൂട്ടുകാരന് കിടക്കാൻ ലക്ഷ്മിയുടെ റൂമിൻ്റെ അടുത്തുള്ള റൂമെല്ലാം രാജേട്ടൻ സെറ്റാക്കി കൊടുത്തു. അങ്ങനെ രാത്രി ഒരു 12 മണിയായപ്പോൾ അയാൾ രാജേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായി. ഞാൻ എന്താ കാര്യമെന്ന് തിരക്കിയപ്പോൾ രാജേട്ടൻ പറയാ അവനവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു എന്ന്. ആഹാ, കൊള്ളാലോ അയാളുടെ ഐഡിയ. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? അതിനിപ്പോൾ എന്ത് ചെയ്യാനാ, വേണമെങ്കിൽ രാജേട്ടൻ അയാളുടെ കൂടെ പോയി കിടന്നുവെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് രാജേട്ടനത് പറ്റില്ല. രാജേട്ടൻ പറയാ അയാൾ ഇവിടെ വന്ന് കിടക്കട്ടെ എന്ന്. നിങ്ങളുടെ കൂടെയോ?
അതേടാ, ഞങ്ങളുടെ കൂടെ തന്നെ. എന്നിട്ട് ചേച്ചി സമ്മതിച്ചോ? ഒന്ന് പോടാ, എൻ്റെ പട്ടി സമ്മതിക്കും. അയാൾ രാജേട്ടനെ വിരതം ചെയ്ത് എന്നെ കയറി പിടിക്കും. അതാണ് അയാളുടെ ഉദ്ദേശം. ഞാൻ സമ്മതിച്ചില്ല. രാജേട്ടൻ്റെ ഫോൺ വാങ്ങി ഞാനത് സ്വിച്ച് ഓഫാക്കി വെച്ചു. കതകും ലോക്കിട്ട് ഞാൻ രാജേട്ടനോട് പറഞ്ഞു, നാളെ രാവിലെ തന്നെ അയാളെ പറഞ്ഞ് വിട്ടേക്കണം. എന്നിട്ട് പറഞ്ഞു വിട്ടോ? ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ പറയുമെന്ന്. അപ്പോളാണ് അയാളെ പറഞ്ഞു വിട്ടത്. ഓ അല്ല, അപ്പോൾ ചേച്ചിക്കൊന്നും മനസ്സിലായില്ലേ അയാൾ എന്തിനാ വന്നതെന്ന്? ഇല്ലടാ, അന്നൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു, രാജേട്ടൻ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ എന്ന്. പിന്നെ ഞാൻ അതങ്ങ് മറന്നു. പിന്നീട് അതുപോലെയൊന്നും ഉണ്ടായിട്ടുമില്ല. എന്നാലേ ഇനി സൂക്ഷിച്ചോ, വൈകാതെ ഇനിയും ഉണ്ടായേക്കാം അതുപോലെ ഉണ്ടായതല്ല. അതെന്താടാ നീ അങ്ങനെയൊക്കെ പറയുന്നേ? ആ, അതാ ഞാൻ പറഞ്ഞത്. ചേച്ചി പോയി ചേട്ടൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്, അപ്പോൾ എല്ലാം മനസ്സിലാകും. ഓക്കെ, ഇന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഫോൺ ചെക്ക് ചെയ്യും, അത് ഉറപ്പാ. ഓക്കെ. പിന്നൊരു കാര്യം, എന്തുണ്ടായാലും ബഹളം വെച്ച് നാട്ടുകാരെയും കുട്ടികളെ അറിയിക്കാൻ നിൽക്കണ്ട. എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം ബാക്കി കാര്യങ്ങളെല്ലാം. ഓക്കേടാ, എന്നാൽ ഞാൻ നോക്കിയിട്ട് വിളിക്കാം. അങ്ങനെ ചേച്ചി ഫോൺ കട്ട് ചെയ്ത് പോയി. കടയിൽ തിരക്കുണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെപ്പറ്റിയൊന്നും ഓർക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി അടുത്തുള്ള ഹോട്ടലിലിരിക്കുമ്പോൾ വീണ്ടും ചേച്ചിയുടെ കോൾ വന്നു. എന്തായെന്നറിയാൻ ഞാൻ വേഗം ഫോണെടുത്തു. ഡാ, എനിക്കൊരു സംശയം. രാജേട്ടൻ എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടോ എന്ന്. ഇനി അതിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചേച്ചി ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് വേറെ ചിലതൊക്കെയാ. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അതെന്താടാ വേറെ ചിലതൊക്കെ? അത് ഞാൻ പറയാതെ തന്നെ ചേച്ചിക്ക് മനസ്സിലാകും. ചേച്ചി ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്, എന്നിട്ട് എന്നെ വിളിക്ക്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ഓക്കേടാ, ഞാൻ ആരോടും പറയില്ല. രാജേട്ടൻ ഒന്നിങ്ങ് വന്നോട്ടെ, എങ്ങനെയെങ്കിലും ആ ഫോണൊന്ന് നോക്കണം. അങ്ങനെ ചേച്ചി വീണ്ടും മനസ്സമാനമില്ലാതെ കോള് കട്ട് ചെയ്ത് പോയി. പോക്കറ്റിലേക്ക് ഫോൺ വെച്ച് വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങിയതും വീണ്ടും ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ഓ, ഇതൊരു ശല്യമായല്ലോ. ഈ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ ഫോണെടുത്ത് നോക്കാതെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് അടുത്തിരിക്കുന്ന ആളെല്ലാം എന്നെ നോക്കാൻ തുടങ്ങി. ഓഫ്, ഈ തള്ള വിളി നിർത്തുമെന്ന് തോന്നുന്നില്ല. ഫോണെടുത്ത് സൈലൻ്റാക്കി വെച്ചേക്കാം എന്ന് കരുതി ഞാൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് നോക്കിയപ്പോൾ ചേച്ചിയുടെ കോൾ അല്ലായിരുന്നു അത്. പുതിയൊരു നമ്പറിൽ നിന്നുമായിരുന്നു കോൾ വന്നത്. ഞാൻ കോളെടുത്തു. ഹലോ, ഞാനാടാ, പവിയേട്ടൻ. എന്താടാ, നീ തിരക്കിലാണോ? പവിയേട്ടൻ എന്നോട് ചോദിച്ചു. ഏയ്, തിരക്കൊന്നുമില്ല, ഫുഡ് കഴിക്കായിരുന്നു, ഞാൻ പറഞ്ഞു. ആ, പിന്നെ ഞാൻ വിളിച്ചതെന്താണെന്ന് വെച്ചാൽ, നാളെ നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. നമുക്ക് ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. നിൻ്റെ അച്ഛനുള്ളപ്പോൾ എല്ലാത്തിനും അച്ഛനായിരുന്നു മുന്നിൽ. ഇനി നീ വേണം ആ സ്ഥാനത്ത് നിൽക്കാൻ. അത് പവിയേട്ടാ, എനിക്ക് ഈ പാർട്ടിയിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്കാണെങ്കിൽ അതിനെപ്പറ്റിയൊന്നും അറിയാനും പാടില്ല. അതിനിപ്പോൾ എന്താടാ ഇത്ര അറിയാൻ മാത്രം? ഈ പ്രാവശ്യം നമുക്ക് ജയിക്കണം. അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം. ആ, അതൊക്കെ ഉണ്ടാവും പവിയേട്ടാ. നമ്മുടെ പാർട്ടിയിൽ യൂത്ത് പിള്ളേർ സ്ട്രോങ് അല്ലെന്നുള്ള പരാതിയുണ്ട്. അത് നമുക്ക് ഈ പ്രാവശ്യം മാറ്റണം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നീയും വരണം. അത് പിന്നെ പവിയേട്ടാ, എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. നാളെ ജോലിയുണ്ട്. അതിന് നിൻ്റെ ജോലി 5 മണി വരെയല്ലേ ഉള്ളൂ. നമ്മുടെ മീറ്റിംഗ് 5:30 തുടങ്ങാൻ. ഓ, 5 മണിക്ക് ശേഷമാണോ? അപ്പോൾ ഞാൻ വരാൻ നോക്കാം. ഡാ, നോക്കിയാൽ പോരാ, നീ വരണം. അങ്ങനെ അതും പറഞ്ഞ് പവിയേട്ടൻ കോൾ കട്ട് ചെയ്തു. ഓഫ്, ഇനിയിപ്പോൾ അതിനും പോകണം. പോയില്ലെങ്കിൽ ഭാവിയിൽ വല്ല ആവശ്യം വന്നാൽ പവിയേട്ടൻ തിരിഞ്ഞു പോലും നോക്കില്ല. അങ്ങനെ ആ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്കെത്തി. അനിയത്തി മീര സിറ്റ് ഔട്ടിലിരുന്നുകൊണ്ട് പോപ്കോൺ കഴിക്കുന്നുണ്ട്. അമ്മ മുറ്റത്തുണക്കാനായിട്ട് ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കുന്നു. എന്താടി നിനക്ക് ഇന്ന് പറ്റിയേ? ഫോണിൽ ചാർജില്ലേ? അതോ നെറ്റ് തീർന്നോ? ഞാൻ അവളോട് ചോദിച്ചു. അങ്ങനെ കളിയാക്കണ്ട, ഞാൻ നിന്നെയും കാത്തിരുന്നതാ.
ഏ എന്നെയും കാത്തോ? എന്താടി, ഇനിയും വല്ല കാർഡ് വേണോ? ഒന്ന് പോ ചേട്ടാ. ഇതേ ആര് തന്നെയെന്നറിയോ? എന്ത്, ഈ പോപ്കോണോ? ആ അതെ. അപ്പോൾ നീ മേടിച്ചതല്ലേ? അല്ല, ആര് തന്നതാ ഞാൻ ചോദിച്ചു. ആരായിരിക്കും, ഒന്ന് ഓർത്ത് നോക്ക്. ഏ ഓർത്ത് നോക്കാനോ? എനിക്കൊന്നും വയ്യ. ആരാന്ന് വെച്ചാൽ വേഗം പറ. അമ്മയോടൊന്ന് നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു. എടാ, നിന്നെ സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി മുകളിലുള്ള ചേച്ചി എനിക്ക് തന്നതാ. ഈ പോപ്കോൺ മാത്രമല്ല, ബനാന ചിപ്സും കപ്പ ചിപ്സും ഒക്കെ ഉണ്ട്. അയ്യേ, ആ ചേച്ചിക്ക് ഇത് എന്തിൻ്റെ കേടാ? ചിപ്സൊക്കെ കൊണ്ടുവന്ന് സോപ്പിടാൻ. നീയാണെങ്കിൽ അത് വാങ്ങി മുണുങ്ങുകയും ചെയ്തു. നാണില്ലാത്തവൾ. നീ ഒന്ന് പോടാ. നിനക്ക് വേണ്ടിയാ ഞാനതെല്ലാം ചെയ്തത്. എന്നിട്ട് നീ എനിക്കൊരു മിഠായി പോലും വാങ്ങി തന്നില്ല. നിനക്കെല്ലാം ഓസിന് കിട്ടണം. ഇന്നത് നടക്കൂല മോനെ. എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ ഞാനിനി നിൻ്റെ കാര്യത്തിൽ ഇറങ്ങുള്ളൂ. വേണ്ട മോളെ, എന്നെ ഇളക്കണ്ട. ബെഡിനടിയിലുള്ള നിൻ്റെ ക്യാഷും പിന്നെ നിൻ്റെ ജോലിയുമെല്ലാം ഞാനിപ്പോൾ പൊട്ടിക്കും. ആണോ? എന്നാ നീ അങ്ങ് പൊട്ടിക്ക്, ഞാനൊന്ന് കാണട്ടെ, അവൾ പറഞ്ഞു. അമ്മേ, അമ്മ നിങ്ങൾ വന്നേ. ഞാൻ ഉച്ചത്തിൽ അമ്മയെ വിളിച്ചു. എന്താടാ, ഞാൻ ഇപ്പോൾ വരാം, അമ്മ പറഞ്ഞു. അയ്യോ ചേട്ടാ, പ്ലീസ് വേണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ മര്യാദക്ക് വാ. അല്ല, ചേച്ചി എന്തു പറഞ്ഞു എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അതൊക്കെയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇതൊന്ന് തിന്ന് കഴിയട്ടെ. അല്ലടി ചേച്ചി, ഇതൊക്കെ നിനക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. അതല്ലേ രസം. അമ്മയുടെ വിചാരം ഇതൊക്കെ ആ അണ്ണൻ അമ്മയ്ക്ക് കൊടുത്തു വിട്ടതാണെന്നാണ്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. പിന്നെ നീ അത് കണ്ടോ? അമ്മ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എത്ര നേരമായെന്നറിയോ? അവിടെ കിടന്ന് ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുക, ആ അണ്ണൻ വരുന്നതും കാത്ത്. എൻ്റെ അമ്മോ, ഈ തള്ളയ്ക്ക് ആ പാണ്ടിലോർ കയറി ചാവാനായിരിക്കും വിധി, ഞാൻ പറഞ്ഞു. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അത് നീ കാണാത്തോണ്ടാ. ഞാൻ കണ്ടതാണെന്ന്. ഒരു ഉലക്കയുടെ പകുതിയോളം വരും. അല്ല, അന്ന് അമ്മയും കണ്ടതല്ലേ അത്? അവൾ ചോദിച്ചു. ആ, അമ്മയും കണ്ടതാ. അതിനുശേഷം തുടങ്ങിയതാ ഈ ഇളക്കം. അതിപ്പോൾ ചേട്ടാ, പാമ്പ് മടയിൽ ഉറുമ്പ് കയറിയാൽ അതിനൊരു രസം ഉണ്ടാകില്ലല്ലോ, അതാ പ്രശ്നം. ഷേ, ഈ പെണ്ണ് നിന്നോട് സംസാരിച്ചെന്നാൽ പിന്നെ ഡെറ്റോളിട്ട് കുളിക്കേണ്ടി വരും. വാ, അകത്തേക്ക് പോവാം. ഞാൻ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് നടന്നു. മിക്കവാറും റെഡിയായിരുന്നോ ഡെറ്റോളിട്ട് കുളിക്കാൻ? ചേച്ചി നമ്മൾ വിചാരിച്ച പോലെ അല്ലെന്നാ തോന്നുന്നത്, അവൾ പറഞ്ഞു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ ഫ്രഷായിട്ട് വാ, ഞാൻ റൂമിലുണ്ടാകും. അങ്ങനെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി അവളുടെ റൂമിലേക്ക് ചെന്നു. ഡാ, നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? നിനക്കിന്ന് കളിക്കാൻ പോകണ്ടേ? അമ്മ പിറകിൽ നിന്നും എന്നോട് ചോദിച്ചു. ഏയ് ഇല്ല, എനിക്കിന്ന് വയ്യ, ഞാൻ പോകുന്നില്ല, ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നാ നീ പോയി ആ അരി ഒന്ന് പൊടിപ്പിച്ചുകൊണ്ട് വാ. കുറേ ദിവസമായി ഞാൻ ഉണക്കി വെച്ചിട്ട്. ഇനിയും ഇരുന്നാൽ അത് കേടുവരും, അമ്മ പറഞ്ഞു. ഓ പിന്നെ, എനിക്കൊന്നും വയ്യ ഇന്ന് പോകാൻ. വേണമെങ്കിൽ നാളെ പോകാം, ഞാൻ അമ്മയോട് പറഞ്ഞു. ഏയ് അത് പറ്റില്ല, ഇന്ന് തന്നെ കൊണ്ടുപോകണം. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം, അമ്മ പറഞ്ഞു. അമ്മ കൊണ്ടുപോയിക്കോളാന്നോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, അതവിടെ ഇരിക്കട്ടെ. നാളെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാം. ഒരു ദിവസം കൂടി വൈകിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ അമ്മയോട് പറഞ്ഞു. നിനക്കത് പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. നീ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, സാരമില്ല, നീ കുറച്ച് കിടന്നോ. അമ്മയുടെ സംസാരവും മുഖത്ത് വിരിയുന്ന എക്സ്പ്രഷനും കണ്ടാൽ അറിയാം അമ്മ എന്തോ ഉടായ്പ ഒപ്പിക്കുന്നുണ്ടെന്ന്. എന്തായാലും രാജേട്ടനായിരിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇനി ആരായിരിക്കും? അണ്ണൻ വല്ലതുമായിരിക്കുമോ? പക്ഷേ അതിന് മാത്രമുള്ള പരിചയം അവർ തമ്മിൽ ആയിട്ടില്ലല്ലോ, അതും പുറത്തു വെച്ചുള്ള കണ്ടുമുട്ടൽ. ഡാ, നീ എന്തേ ആലോചിക്കുന്നേ? എന്നെ തട്ടി വിളിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. ഏയ് ഒന്നുമില്ലമ്മേ. ആ പിന്നെ, അടുക്കളയിൽ കുറച്ച് കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വിശക്കുന്നുണ്ടെങ്കിൽ മേരിയോട് പറഞ്ഞാൽ മതി, അവൾ എടുത്തു തരും. ഞാൻ ചിലപ്പോൾ വരാൻ വൈകും, അമ്മ എന്നോട് പറഞ്ഞു. വൈകാനോ? അതിനമ്മ മില്ലിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഞാൻ ചോദിച്ചു.
അതേടാ, ചിലപ്പോൾ ആൾ കൂടുതലുണ്ടെങ്കിൽ വൈകിയാലോ എന്ന് കരുതി പറഞ്ഞതാ. അതും പറഞ്ഞുകൊണ്ട് അമ്മ അമ്മയുടെ റൂമിലേക്ക് നടന്നു. ഡി, നീ ഇത് കേട്ടോ അമ്മ പറഞ്ഞത്? ഞാൻ മീരയുടെ റൂമിൽ ചെന്ന് അവളോട് ചോദിച്ചു. എന്ത്? അമ്മ മില്ലിൽ പോകുന്ന കാര്യമാണോ? അവൾ എന്നോട് ചോദിച്ചു. അതേടി, അമ്മയ്ക്കിത് എന്ത് പറ്റി? മില്ലിലേക്കെല്ലാം പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പുറത്തു പോലും ഇറങ്ങില്ലല്ലോ. ആര് പറഞ്ഞു നിന്നോട് അമ്മ പുറത്തേക്ക് ഇറങ്ങില്ലെന്ന്? അമ്മയൊക്കെ അമ്മയുടെ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങാറുണ്ട്, പക്ഷേ നീ കാണാറില്ലെന്ന് മാത്രം. അതിപ്പോൾ ഞാൻ ഇത്രയും കാലമായിട്ടും കണ്ടിട്ടില്ലല്ലോ. മോനെ ചേട്ടാ, നിന്നെ വിറ്റ ക്യാഷ് അമ്മയുടെ കയ്യിലുണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി നീ. ഓഹോ, അത്രക്കായോ? എന്നാൽ പിന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണമല്ലോ അമ്മ എവിടേക്കാണ് ഈ പോകുന്നതെന്ന്. ഞാൻ അവളോട് പറഞ്ഞു. ആ, അത് ശരിയാ, ഞാനും വിചാരിച്ചിരുന്നു അതൊന്ന് കണ്ടുപിടിക്കണമെന്ന്. നമുക്ക് പുറകെ പോയാലോ? അമ്മ ഇറങ്ങുന്നുണ്ട്, നീ വേഗം റെഡിയായിട്ട് വാ, ഞാൻ അവളോട് പറഞ്ഞു. അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് റെഡിയായിട്ട് വന്നു. അല്ലടി, ഞാനിപ്പോൾ മില്ലിൽ പോകാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് പോവാൻ പറ്റില്ലായിരുന്നല്ലോ. ആ അതെ. അപ്പോൾ പിന്നെ അമ്മ എന്തിനാ റെഡിയായിരുന്നത്? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ മില്ലിൽ പോകില്ലെന്ന്? ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല, അതറിയണമെങ്കിൽ അമ്മയോട് തന്നെ ചോദിക്കണം, അവൾ പറഞ്ഞു. എന്നാൽ നീ അങ്ങ് ചോദിച്ചു നോക്ക്. അല്ല പിന്നെ തമാശ പറയാൻ വന്നിരിക്കുന്നു, ഞാൻ പറഞ്ഞു. ഓ, ചൂടാവല്ല ചേട്ടാ. അല്ല, ചേട്ടൻ ആരെങ്കിലും ഇന്ന് വിളിച്ചിരുന്നോ? ചേട്ടൻ അവരോട് വല്ലതും പറഞ്ഞിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നോ? ഇന്നെന്നെ വിളിച്ചത് ശോഭേച്ച് വിളിച്ചിരുന്നു, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു, പിന്നെ ഇപ്പോൾ ആ പാർട്ടി ഭ്രാന്തൻ പവിയേട്ടൻ വിളിച്ചിരുന്നു. അവൻ നിൻ്റെ കാര്യങ്ങളുള്ളതും തിരക്കിയായിരുന്നോ? അവൾ ചോദിച്ചു. ഏയ്, അവരങ്ങനെയൊന്നും സംസാരിച്ചില്ല. മതി, വാ, അമ്മ ഇറങ്ങുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അമ്മ അറിയാതെ ഹെൽമെറ്റും വെച്ച് ബൈക്കിൽ അമ്മയെ പിന്തുടർന്നു. അമ്മ അരിയുടെ കവറും പിടിച്ച് റോഡ് സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് ദൂരെയായി ബൈക്കിൽ പിന്തുടർന്നു. പെട്ടെന്നൊരു കാറ് വന്ന് അമ്മയുടെ അടുത്ത് നിർത്തി. അമ്മ വേഗം ആ അരിയും എടുത്ത് വെച്ച് കാറിലേക്ക് കയറി. ഞാനും അനിയത്തിയും അത് കണ്ട് ആകെ ഞെട്ടിപ്പോയി. ആരാണ് ആ കാറിലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ചേട്ടാ, ആരാ അത്? ചേട്ടന് വല്ലതും അറിയോ? അനിയത്തി എന്നോട് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല. ഇതിനി ആരാണെന്നാവോ അമ്മയുടെ പുതിയ കാമുകൻ. എന്തായാലും നമുക്കയാളെ കണ്ടുപിടിക്കണം. ചേട്ടൻ പിന്നാലെ വിട്, അവൾ പറഞ്ഞു. അത് കേട്ട് ഞാൻ ആ കാറിനെ പിന്തുടർന്നു. 1-2 ടൗൺ കഴിഞ്ഞിട്ടും കാറ് നിർത്തുന്നില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പിറകെ പിടിച്ചു. ഒരു ടൗണിൽ നിന്നും ഒരു കട്ട് റോഡിലേക്ക് കാറ് കയറി പോകാൻ തുടങ്ങി. അധികം വാഹനങ്ങളൊന്നുമില്ലാത്തൊരു റോഡായിരുന്നു അത്. കാറിൻ്റെ സ്പീഡ് കുറഞ്ഞു വരാൻ തുടങ്ങി. ഞാനും ബൈക്കിൻ്റെ സ്പീഡ് പതിയെ കുറച്ചോടിച്ചു. പെട്ടെന്ന് കാറ് ഒരു പണി നടക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് കയറുന്നത് കണ്ട് ഞാൻ കുറച്ച് ദൂരെയായി ഒരു മരച്ചോട്ടിൽ ബൈക്ക് നിർത്തി ഇറങ്ങി. കൂടെ അവളും. ചുറ്റിലും മതിലുകളും മുറ്റത്തെല്ലാം പുല്ലുകൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അടുത്തൊന്നും വേറെ വീടുകളും ഇല്ല. ഉള്ളതാവട്ടെ ഒരു ചെറിയ കട. ആ കടയാണെങ്കിൽ തുറന്നിട്ടുമില്ല. കണ്ടാൽ തന്നെ അറിയാം ഇത് തുറക്കാറില്ലെന്ന്. മുറ്റത്തേക്ക് കാറ് കയറുന്നത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ. വലിയ മതിലുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വേഗം നടന്നു. വീടിന് മുന്നിലെത്തിയപ്പോൾ കണ്ടത് അമ്മയും കൂടെയുള്ള ആളും ആ വീട്ടിലേക്ക് കടന്നു പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആളെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ പതിയെ മുറ്റത്തേക്ക് കടന്നു. കാറിൻ്റെ മറവിലൂടെ ഞങ്ങൾ വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഓടി ഒളിച്ചു. തേപ്പെല്ലാം കഴിഞ്ഞ വീടായതുകൊണ്ട് തന്നെ ജനലിലൂടെ നോക്കുമ്പോൾ റൂമുകളെല്ലാം വിശാലമായി കിടക്കുന്നത് കാണാം. ഇവർ രണ്ടുപേരും എങ്ങോട്ടേക്ക് പോയെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. എല്ലാം ജനവാതിലൂടെ ഞങ്ങൾ മാറി മാറി നോക്കി, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. വീടിനകത്തേക്ക് കയറി നോക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ മുന്നിൽ പോയി പെടും. അതുകൊണ്ട് ആ തീരുമാനം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇവിടെ ഇതുവരെ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ടും അതാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, അനിയത്തി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അതെന്തായാലും ഞാൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടേ അടങ്ങൂ, ഞാൻ അവളോട് പറഞ്ഞു. എന്നാലും പരിപാടിയൊക്കെ ഒന്ന് കാണാമായിരുന്നു,
അവൾ പറഞ്ഞു. ഷേ, ഒന്ന് പോടി, നിനക്കെപ്പോഴും അതുമാത്രമേ ഉള്ളൂ ചിന്ത. അല്ല ചേട്ടാ, നമുക്ക് കണ്ട് പഠിക്കാമല്ലോ. എല്ലാവരും പറയുന്നത് നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ കണ്ട് പഠിക്കണമെന്നല്ലേ. ഓ, അതായിരിക്കും മോൾ ഇതിലേക്ക് ഇറങ്ങിയത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ആരുള്ളതും കേൾക്കും. മിണ്ടാതിരിക്കടി. ചേട്ടാ, നമുക്ക് പോയാലോ? അവരിനി എല്ലാം കഴിഞ്ഞേ വരും. ഒന്ന് പോടി, ഇത്രയായില്ലേ. ഇനി ആരാന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ അടങ്ങും. എന്നാ വാ, നമുക്കിവിടെ ഇരിക്കാം. ഇവിടെ നിന്നാകുമ്പോൾ അവർ വന്ന് കാറിൽ കയറുന്നതൊക്കെ നല്ലപോലെ കാണാം. അതല്ലടി, എന്നാലും ഇവരിത് എങ്ങോട്ട് പോയി? ഒരു സൗണ്ടോ അനക്കമോ കേൾക്കുന്നില്ലല്ലോ. അവർ ചിലപ്പോൾ മേളിലേക്ക് കയറിക്കാണും ഏട്ടാ. അതിനിത് പണി കഴിയാത്ത വീട്ടിൽ വെച്ച് അവരെങ്ങനെ? അവർക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഞാൻ ചോദിച്ചു. അത് ചേട്ടാ, സ്ഥലത്തിനൊക്കെ എന്താ കാര്യം? പണി അറിയാമെന്ന് പറഞ്ഞു ഒരു സ്ഥലവും വേണ്ട. ഏറെ പോലും അവൻ ആയുധമാണ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ഓ, എക്സ്പീരിയൻസ് അല്ലേ? നമ്മൾ വെറും വഴിപോക്കരാണേ. ഞാൻ പറഞ്ഞു. ഒന്ന് പോ ചേട്ടാ, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ. ഇതിപ്പോൾ ഇരുട്ടായല്ലോ, ഇതിനി എങ്ങാനും തീരുമോ? ഡി, നീ ഒന്നും മിണ്ടാതിരിക്ക്. എനിക്കാണെങ്കിൽ പേടിയാവുന്നു. വല്ല പാമ്പ് വല്ലതും ഉണ്ടോ ആവോ? പാമ്പ് ഇവിടെ ഉണ്ടാകില്ല. അതെന്താടി ഇവിടെ ഇല്ലാത്തത്? പാമ്പിപ്പോൾ അകത്തല്ലേ. പാമ്പ് കൂട്ടിൽ കയറിയോ ആവോ? അവൾ പറഞ്ഞു. ഡി, നീ എൻ്റെ അനിയത്തി തന്നെയാണോ ഡി? അമ്മയോടൊന്ന് ചോദിച്ചു നോക്കണം. എനിക്ക് തോന്നുന്നില്ല. നിനക്ക് എവിടെന്നാടി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കിട്ടുന്നത്? ഞാൻ ചോദിച്ചു. അതൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് ഏട്ടാ, ചേട്ടനൊന്നും അറിയില്ലേ? അവൾ തമാശ പോലെ എന്നോട് പറഞ്ഞു. കോളേജിലോ? കോളേജിൽ ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? അത് എൻ്റെ കൂട്ടുകാരികൾ. അവരൊക്കെ വേറെ ലെവലാ. ചേട്ടന്ന് മുട്ടി നോക്ക്, ചേട്ടൻ്റെ കിളി പാറും. അവൾ പറഞ്ഞു. ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണോട് സംസാരിക്കുന്നേ? സംസാരം മാത്രമല്ല ചേട്ടാ, നിങ്ങൾ ആൺകുട്ടികൾ സംസാരിക്കുന്നേക്കാളും 10 ഇരട്ടി കനത്തിലാണ് അവരുടെ സംസാരം. അവൾ പറഞ്ഞു. അതെന്തൊക്കെയാടി? പറ, എന്നോടൊന്ന് പറയടി, ഞാൻ കേൾക്കട്ടെ. ഒന്ന് പോയ ചേട്ടാ, അല്ലെങ്കിൽ തന്നെ പതിയെ സംസാരിച്ച് എൻ്റെ വായ കഴിച്ചു. അല്ല, ഇവരെന്താ വരാത്തത്? നമുക്ക് പോകണ്ടേ? അവൾ ചോദിച്ചു. കുറച്ചുകൂടെ നോക്കാടി, ഇല്ലെങ്കിൽ നമുക്കങ്ങ് പോകാം, ഞാൻ അവളോട് പറഞ്ഞു. അല്ല ചേട്ടാ, എനിക്കൊരു ഡൗട്ട്. എന്താടി? അത് ആ പൊളിഞ്ഞ വണ്ടി ഓടിക്കാൻ ഏത് ഗതികെട്ട ഡ്രൈവറെന്നാവോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഒന്ന് പോടി. പൊളിഞ്ഞ വണ്ടിയോ? നല്ല അസൽ വണ്ടിയാ. നിനക്കറിയാൻ പാടില്ല ചേട്ടാ, നല്ല ഡ്രൈവർമാർക്കേ അതിനെപ്പറ്റി അറിയുള്ളൂ, ഞാൻ പറഞ്ഞു. ഓ, അപ്പോൾ ചേട്ടനും ആ വണ്ടിയിലൊരു നോട്ടമുണ്ടല്ലേ? കൊള്ളാം കൊള്ളാം, നടക്കട്ടെ. ഡീ, ഒന്ന് പോടി. ഓരോന്നും പറഞ്ഞ് പരത്താതെ. നിന്റെ മണ്ടക്കെട്ട് കിട്ടേണ്ടേ ഇന്ന്. ഡീ, അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. മെല്ലെ സംസാരിക്കും. ആ, അതെ ഏട്ടാ, വരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അവൾ എന്നോട് ചോദിച്ചു. നീ മിണ്ടാതെ ഇവിടെ ഇരിക്ക്, ആരാണെന്ന് കാണട്ടെ. അങ്ങനെ ഞങ്ങൾ ആരാണെന്നറിയാൻ കണ്ണും കൂർപ്പിച്ചിരുന്നു. ചേട്ടാ, ദാ വരുന്നു. ആരാടി, നീ കണ്ടോ? ഇല്ല, ആരാ? നല്ല തടിയുണ്ടല്ലോ ആൾക്ക്. ചേട്ടാ, ഇത് നമ്മുടെ അണ്ണനല്ലേ? അണ്ണനോ? മാറിക്കേ, ഞാൻ നോക്കട്ടെ. അയ്യോ, അണ്ണനായിരുന്നോ? ഇയാളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ, എനിക്കറിയാൻ പാടില്ല ഏട്ടാ. അല്ല, ഇതിനാണോ ഇയാളുടെ പണി നടക്കുന്ന വീടെന്ന് അന്ന് പറഞ്ഞത്? ആ, അത് ശരിയാണല്ലോ. ചിലപ്പോൾ ഇതായിരിക്കും ആ വീട്. ദാ ചേട്ടാ, അവർ പോകുന്നു. നമുക്ക് പോവണ്ടേ? അവൾ ചോദിച്ചു. വാടി, എഴുന്നേക്ക്. അമ്മ വീട്ടിലെത്തുന്ന മുമ്പേ നമുക്കെത്തണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ഞങ്ങൾ അവിടെ പുറകെ പോയി ആ മരച്ചോട്ടിൽ നിന്നും ബൈക്കെടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ 2 ചേട്ടന്മാർ വന്ന് ബൈക്ക് തടഞ്ഞു. ആരാ നിങ്ങൾ? എന്തിനാ ഇവിടെ വന്നത്? അവർ ചോദിച്ചു. എനിക്കാണെങ്കിൽ പേടിച്ചിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. അത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന ചേട്ടൻ്റെ വീടാണ്. ഞങ്ങളാ വീടൊന്ന് കാണാൻ വന്നതാ. ഇത് എൻ്റെ ചേട്ടനാ. പെട്ടെന്ന് അനിയത്തി കയറി പറഞ്ഞു. അതിന് ഈ സമയത്താണോ വീട് കാണാൻ വരുന്നത്? അതിൽ ഒരു ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു. അല്ല, അവരും ഉണ്ടായിരുന്നു കൂടെ. അവർ മുന്നിൽ കാറിൽ പോയി. ഞാൻ അവരോട് പറഞ്ഞു. ഓ, ആ പോയ കാറിൽ അവരായിരുന്നോ? അയാൾ ചോദിച്ചു. അതെ,
എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ശരി, എന്നാൽ പൊക്കോളൂ. അങ്ങനെ അവരുടെ അടുത്തുനിന്ന് എന്തോ ഭാഗ്യത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടി. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ സഞ്ജുവുമായി പുറത്ത് നിൽക്കുന്നുണ്ട്. വീടടച്ചിട്ട് എങ്ങോട്ട് പോയതാടാ നിങ്ങൾ രണ്ടുപേരും? അമ്മ ദേഷ്യത്തോട് ചോദിച്ചു. അതമ്മേ, ഇവൾക്കെന്തോ ഒരു നോട്ട്ബുക്ക് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങാൻ പോയതാ. അതിന് നിനക്കൊറ്റക്കങ്ങ് പോയി വാങ്ങിച്ചാൽ പോരെ? അവളെയും കൊണ്ട് പോണോ? ഞാൻ എത്ര നേരമായി വന്ന് നിൽക്കുന്നു എന്നറിയോ? അല്ലമ്മേ, അമ്മ എവിടെ പോയിരുന്നു ഇത്ര നേരം? മില്ലെല്ലാം 5 മണിക്ക് അടക്കില്ലേ? ഞാൻ ചോദിച്ചു. ഏയ് 5 മണിക്കൊന്നും അടക്കില്ല, അതൊക്കെ പണ്ടല്ലേ, അമ്മ പറഞ്ഞു. ഞാൻ അമ്മയോട് സംസാരിച്ച് നിന്നപ്പോഴേക്കും അനിയത്തി പോയി സഞ്ജയ് എടുത്തു നോക്കി. അല്ലമ്മേ, ഇതെന്താ അരി പൊടിച്ചിട്ടില്ലല്ലോ? അവൾ അമ്മയോട് ചോദിച്ചു. അവളത് അമ്മയോട് ചോദിച്ചതും അമ്മയാകെ പകച്ചു നിന്നു. എന്താ അമ്മേ, അരി പൊടിച്ചില്ലേ? പിന്നെ അമ്മ എങ്ങോട്ടാ പോയത്? അവൾ വീണ്ടും ചോദിച്ചു. അത് ഞാനവിടെ ചെന്നപ്പോഴേക്കും മില്ല് പൂട്ടിയിരുന്നടി. അപ്പോൾ അമ്മയല്ല പറഞ്ഞത് 6 മണിയാകുമെന്ന്? പിന്നെ ഇത് എന്തു പറ്റി? അമ്മ വേറെ എങ്ങോട്ടെങ്കിലും പോയോ? അവൾ ചോദിച്ചു. ഇല്ലടി, ഞാൻ മില്ലിൽ തന്നെ പോയത്. അത് ഞാൻ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരിയെ കണ്ടു. അവളോട് സംസാരിച്ച് വന്നപ്പോഴേക്കും മില്ലടച്ചു. പിന്നെ ഞാനിങ്ങ് പോന്നു. അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. ഡി ഇവിടെ വാ. ഞാൻ അവളെയും വിളിച്ച് അകത്തേക്ക് നടന്നു. അല്ല, നോട്ട്ബുക്ക് വാങ്ങാൻ പോയിട്ട് എവിടെ നോട്ട്ബുക്ക്? അമ്മ ഞങ്ങളോട് ചോദിച്ചു. അത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയെയും കണ്ടു. അവളുമായി സംസാരിച്ച് ഞങ്ങളും അങ്ങ് പോന്നു. നോട്ട്ബുക്ക് നാളെയും വാങ്ങാമല്ലോ, അവൾ അമ്മയോട് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അമ്മയ്ക്കെന്തോ സംശയം അടിച്ചു. അമ്മ അവിടെ തന്നെ നിന്നു. അവൾ ആ സമയം എൻ്റെ പിന്നാലെ എൻ്റെ റൂമിലേക്ക് വന്നു. ഡി നീ എന്തിനാടി അങ്ങനെ പറയാൻ പോയേ? അമ്മ എന്ത് വിചാരിച്ച് കാണും? ഞാൻ അവളോട് ചോദിച്ചു. എന്ത് വിചാരിക്കാൻ? അമ്മയുടെ നിൽപ്പ് കണ്ടോ നീ? അമ്മയ്ക്ക് വയ്യ, അണ്ണൻ നല്ല പണി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഞാൻ അവളോട് പറഞ്ഞു. മനസ്സിലായല്ലോ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ അമ്മയ്ക്ക്? എന്നാൽ പിന്നെ പറയാം, അച്ഛനില്ല, കുറേ ആയപ്പോൾ ആഗ്രഹം തോന്നിയതാകുമെന്ന്. ഇത് അങ്ങനെയാണോ? ഇതിൻ്റെ പേര് വേറെയാ, അവൾ പറഞ്ഞു. സാരല്ലടി, നീ അത് കള. നമ്മൾ അറിഞ്ഞെന്ന് അമ്മ അറിയണ്ട. അമ്മയ്ക്ക് പിന്നെ നമ്മുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല, ഞാൻ അവളോട് പറഞ്ഞു. അതൊക്കെ അമ്മ നോക്കിക്കോളും. അമ്മ ഇത് ഇന്നും ഇന്നലും തുടങ്ങിയ പരിപാടിയല്ലല്ലോ. എന്നാലും എൻ്റെ ഒരു സംശയം, ഇത്ര പെട്ടെന്ന് എങ്ങനെയാ അമ്മ ആ അണ്ണനെ വളച്ചെടുത്തതെന്നാണ്. എടി അതിനല്ലേ അമ്മ എന്നും ഒരുങ്ങി നിൽക്കുന്നത്. ആ നിൽപ്പ് കണ്ട പിന്നെ ആരും വീണു പോകില്ലേ? ഓ അത് ശരിയാ, ഞാൻ പോലും ഇത്രയും ഒരുങ്ങി നടക്കാറില്ല. ഇന്നലെ എൻ്റെ ഫേസ് ക്രീം കാണഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂം മൊത്തം അടിച്ചു പെറുക്കി, കിട്ടിയില്ല. അവസാനം കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? അമ്മയുടെ റൂമിൽ നിന്നും. അതുപോലെ ഇപ്പോൾ എന്തുപോലും ഞാൻ ആദ്യമേ അമ്മയുടെ റൂമിലാണ് തപ്പുന്നത്. നീ ഇവിടേക്ക് ഒന്ന് വന്നേ. അമ്മ കിച്ചണിൽ നിന്നും അവളെ വിളിക്കാൻ തുടങ്ങി. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു. നീ ഇനി അവിടെ പോയി ഓരോന്ന് ചോദിക്കാൻ നിൽക്കണ്ട. എന്തായാലും നടക്കാനുള്ളത് നടന്നു. എല്ലാം നമ്മുടെ വിധിയാണ് എന്ന് വിചാരിച്ച് നമുക്ക് ജീവിക്കാം, ഞാൻ അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി. ഞാൻ റൂമിൽ പോയി ഒന്ന് കിടന്നു. ചേട്ടൻ ഉറങ്ങിയോ? കുറച്ച് കഴിഞ്ഞ് അനിയത്തി എന്നെ വന്ന് വിളിച്ചു. ഇല്ലടി, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. അല്ല, നീ എന്താടാ ഇങ്ങനെ കിടക്കുന്നത്? ഡ്രസ്സൊന്നും മാറുന്നില്ലേ? മാറണോടി, ഞാൻ ചുമ്മാ ഓരോന്നാലോചിച്ചങ്ങ് കിടന്നതാ. അല്ലടി, അമ്മ എന്ത് പറയുന്നു? ഞാൻ അവളോട് ചോദിച്ചു. അതല്ലേ രസം, അമ്മ നേരെ ചുവ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ലെന്നേ. അതെന്താ? ഞാൻ ചോദിച്ചു. അമ്മയ്ക്ക് നമ്മൾ അറിഞ്ഞു എന്ന് സംശയമുണ്ട്. അമ്മ എന്നോട് ചോദിക്കുക നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന്. ഞാനപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അമ്മ വീണ്ടും ചോദിച്ചു, നിങ്ങൾ കുറേ നേരമായി പോയിട്ട്, ഞാൻ വരുന്നതിന് മുമ്പാണോ നിങ്ങൾ പോയതെന്നൊക്കെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞടി? ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാറിൽ കയറി പോകുന്നത് ഞങ്ങൾ കണ്ടു എന്ന്. നീ എന്തിനാടി അങ്ങനെ പറയാൻ പോയത്? അല്ല, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? എൻ്റെ ചേട്ടാ, അമ്മയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. അമ്മ നിന്ന് മെഴുകായിരുന്നു. പാവാടി, എന്തിനാടി നീ അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയത്? ഞാൻ അവളോട് ചോദിച്ചു.
ആ, കുറച്ചൊക്കെ പേടി വേണം. അല്ലെങ്കിലേ ഈ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ കൊടുക്കും. ആ ചേച്ചിക്ക് തന്നെ ആ അണ്ണൻ്റെ ഉലക്ക പേടിയാ. ഇവർ അത് വിഴുങ്ങിയോ ആവോ. ഓഫ് മതിയടി, ഒന്ന് നിർത്ത്. എന്നിട്ട് അമ്മ വല്ലതും പറഞ്ഞോ? ഞാൻ ചോദിച്ചു. എന്ത് പറയാൻ, എന്തൊക്കെയോ തപ്പിപ്പിടിച്ച് പറഞ്ഞു. അത് കൂട്ടുകാരുടെ ഹസ്ബൻഡിൻ്റെ കാറായിരുന്നെന്നും അതിലാണ് മില്ലിലേക്ക് പോയതെന്നൊക്കെ. ഞാൻ ആക്കിയൊരു ചിരി ചിരിച്ച് ഇങ്ങോട്ട് പോന്നു. അമ്മ അവിടെ കിളിപോയി നിൽക്കുന്നുണ്ട്. എന്തായാലും അണ്ണനെയും അമ്മ വീഴ്ത്തി. ഇനി അടുത്തത് ആരാണെന്നാവോ? ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.